നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു അശ്വന്ത് ഗോക്ക് ഒരു വീഡിയോ ചെയ്ത് അതിൽ നിർമ്മാതാക്കളുടെ സംഘടന നിർമ്മാതാക്കളെ അതുപോലെ സിനിമാ മേഖലയെ മൊത്തം അടച്ച് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. സംഘടനകൾ എന്താണ് ഇതിന് പ്രതികരിക്കുന്നില്ല എന്ന്. ഇന്ന് ചേംബറിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ മീറ്റിങ്ങിനെ കുറിച്ച് പറയാൻ ചേംബറിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും എന്നോടൊപ്പമുണ്ട്. ഇന്നലെ ചെയ്ത വീഡിയോയും കഴിഞ്ഞ ദിവസത്തെ അശ്വന്ത് ഗോക്കിൻ്റെ വീഡിയോയും താങ്കളൊക്കെ കണ്ടിരുന്നു. എന്താണ് ഇന്നത്തെ ചേംബറിൻ്റെ തീരുമാനങ്ങൾ? ആ പർട്ടിക്കുലർ വീഡിയോയെ സംബന്ധിച്ച് എന്തായാലും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഭയങ്കര മോശപ്പെട്ട രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ, എസ്പെഷ്യലി ഫിലിം ഇൻഡസ്ട്രിയെയും അതിൽ പരാതിപ്പെട്ട ഒരാൾക്കെതിരെ പരാതിപ്പെട്ടപ്പം അത് വേറൊരു ടോണിലും വളരെ മോശപ്പെട്ട രീതിയിലും അത്തരത്തിലുള്ള റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ റിവ്യൂ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ വേറെ ആൾക്കാരെ വളരെ ബോഡി ഷെയിം വരെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അലിഗേഷൻ വരുമ്പം ആ അലിഗേഷൻ ഒരു പ്രോപ്പർ രീതിയിൽ അഡ്രസ്സ് ചെയ്യാതെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോയി. അത് ഒരു ഇൻസ്റ്റൻസ് ആയിട്ട് കണ്ടുകൊണ്ട് അതിനെ സംബന്ധിച്ച് എന്തായാലും തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പബ്ലിക് ഡൊമൈൻ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇങ്ങനെ ആർക്കും വന്ന് ആരെ അബ്യൂസ് ചെയ്ത് പോകാനായിട്ടുള്ളൊരു ഇടമല്ല. അതുകൂടാതെ ഓവറോൾ ഉള്ള ഈ റേറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ റിവ്യൂവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും അതൊരു നിയമപരമായിട്ട് നീങ്ങാനായിട്ട് ഓൾറെഡി നിയമപരമായിട്ട് നീങ്ങിയിട്ടുണ്ട്. ഇതിപ്പം ഓഫ് ലേറ്റ് ഇപ്പോൾ ഈ മന്തിൽ തന്നെ കർണാടക ഹൈക്കോടതിയിലും അതുപോലെ തെലുങ്ക് ഫിലിംസിനുമൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇൻഡിവിജ്വലി ഈ പറഞ്ഞ പോലെ റേറ്റ് ചെയ്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇനി പറഞ്ഞ പോലെ പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് പോലും അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോഴത്തേനും അത് സിനിമയുടെ കണ്ടന്റ് ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞ ആൾക്കാർ വിളിച്ചു പറയുന്ന ഒരു രീതിയിലേക്ക് പോകുമ്പോഴത്തേനും അത് സിനിമയ്ക്ക് ദോഷകരമായിട്ടുള്ള അഭിപ്രായം പറയേണ്ടെന്നുള്ളതല്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രവണത വരുമ്പോഴത്തേനും അത് സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്ത് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ സംഘടനകൾ മൊത്തത്തിൽ അടച്ചൊരാശയം വളരെ നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ പറയാൻ മേലാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് അശ്വന്ത് ഗോക്ക് സംഘടനകളെ വരെ പറഞ്ഞത്. ഒരാളുടെ വിഷയം മാത്രം, ഈ സംഘടനകളെല്ലാവരും എല്ലാ വ്യക്തികളും എന്ന് വെച്ചാൽ നിർമ്മാതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ ഒരേ സിനിമയുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടെയാണ് പറയുന്നത്. അത്തരമൊരു പ്രവണതയും ഈ തവണ നമ്മൾ കാണുകയുണ്ടായി. അതും എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കുമോ മുന്നോട്ട് പോവുക കേസിന്? പിന്നെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് ഉത്തരവാദിത്തപ്പെട്ട രീതി. കാരണം അത് ഈ പറഞ്ഞ പോലെ നമുക്കത് ഇൻട്രാക്ഷനും അതുപോലെ ഒരു ഹാർമണിയും വളർത്തുക എന്നുള്ള ലെവലിലേക്ക് പോകുന്നതിന് പകരം ഇത് ആർക്കും വന്ന് വിസർജിക്കാം എന്നുള്ളൊരു ഇടമായി മാറിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അത് ഒരുപാട് പേര് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് വിത്ത് ഡ്യൂ റെസ്പെക്റ്റ്. പക്ഷേ ഇത്തരത്തിലുള്ള അത് എപ്പോഴും സോഫ്റ്റ് ടാർഗറ്റ് സിനിമയാവുന്നു, അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരാകും. ഇനി അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് വെച്ച് ഉറപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതിനുള്ള നടപടി ഉറപ്പായിട്ടും അത് നിയമപരമായിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ചും എക്സ്പ്രഷനും എല്ലാം ഉണ്ടാവും. അതൊക്കെ ഉണ്ടായിക്കോട്ടെ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബാരിയർ കടന്ന് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പുള്ള കാര്യം. ആഭ്യന്തരമന്ത്രിക്കൊപ്പം തന്നെ കോടതിയിലും ഉറപ്പായും ലീഗലാണ് ഒരു പ്രോപ്പർ ചാനലിലൂടെ തന്നെ അത് പോകാനായിട്ടാണ് തീരുമാനിച്ചത്. ഫസ്റ്റ് അത് ഗവൺമെൻറ്റിൽ അഡ്രസ്സ് ചെയ്യും. അത് ഇന്ന് തന്നെ അതിൻ്റെ നിയമപരമായിട്ടുള്ള നടപടികൾ മൂവ് ചെയ്യാനായിട്ടുള്ള ഇതും കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം നടപടികളാണ് ആർജവത്തോടു കൂടി ഇന്ന് ഫിലിം ചേംബറിൽ ചേർന്ന യോഗത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞിരിക്കുന്നു. ഇത്തരം ആളുകൾക്കെതിരെ കർശന നടപടി വേണം. അതിന് ആഭ്യന്തരമന്ത്രിക്ക് ആദ്യം പരാതി നൽകുന്നു. പിന്നീട് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇത്തരക്കാരെ ഒരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കില്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളും ഇത് നിയമപരമായി നേടിയെടുത്തതാണ് പ്രസ്ഥാനങ്ങൾ. ആ പ്രസ്ഥാനങ്ങളുടെ ഒപ്പം തന്നെ ഇന്ന് ഫിലിം ചേംബറിൻ്റെ നേതൃത്വത്തിൽ അത്തരം ഒരു നിയമ ഫൈറ്റിന് ഒരുങ്ങുകയാണ്.